എല്ലാവരും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. തൽക്കാലം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഹ്യൂമൻ ഇന്റലിജൻസ് എന്ത് ചെയ്യും? അതായത് നിങ്ങളുടെ ഇന്റലിജൻസിനെ ട്രെയിൻ ചെയ്തുകൊണ്ട് എങ്ങനെ നല്ല പെർഫോമൻസും ഔട്ട്പുട്ടും എടുക്കാൻ പറ്റും. ആൻഡ് ഇവിടെ എങ്ങനെയാണ് ഒരു ഇന്റലിജൻസ് വർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നല്ല രീതിയിലുള്ള ഇന്റലിജൻസ് വേണ്ട കരിയേഴ്സ് ആണ് ബിസിനസ് ഇൻഡസ്ട്രിയും അതുപോലെ തന്നെ സയൻസും എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയൊക്കെ. അപ്പോൾ ഇവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പെർഫോം ചെയ്യുന്നത് മെഷീൻ ലേണിംഗിലൂടെയാണ്. നിങ്ങളുടെ ഹ്യൂമൻ ഇന്റലിജൻസിന് എങ്ങനെ ഡേറ്റാസ് കിട്ടും? യെസ്, നിങ്ങളൊരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ കോളേജിൽ നിന്ന് കിട്ടുന്ന എഡ്യൂക്കേഷൻ എല്ലാം നിങ്ങളുടെ ഇന്റലിജൻസിന് വേണ്ട ഡേറ്റാസ് ആണ്. ഞാൻ ഈ പറഞ്ഞ ഇൻഡസ്ട്രീസിലൊക്കെ നിങ്ങൾ കരിയർ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡേറ്റാസ് ആണ്. എന്നാൽ മാത്രമേ നിങ്ങളുടെ ഹ്യൂമൻ ഇന്റലിജൻസ് പെർഫോമൻസ് കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രൊഫഷണൽ പ്രോഗ്രാംസ് ചൂസ് ചെയ്യുമ്പോൾ കേരളമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു മലയാളി ആയതുകൊണ്ട് തന്നെ ഓൾറെഡി നിങ്ങൾക്ക് കേരളത്തിൻ്റെ ഒരു എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കോളേജിൽ നിന്ന് കിട്ടുന്ന എഡ്യൂക്കേഷൻ നിങ്ങൾ ഏത് നാട്ടിൽ പോലും സിമിലർ ആണ്. പക്ഷേ ഈ ഒരു നാട് തരുന്ന ഒരു നെറ്റ്വർക്കും കമ്മ്യൂണിറ്റിയൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കൾച്ചറിനെ പറ്റിയും ഈ നാടിനെ പറ്റിയുള്ള ഡേറ്റാസ് നിങ്ങളുടെ ഇന്റലിജൻസ് കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ ശരിക്കും പുതിയ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. പുതിയ കൾച്ചർ, പുതിയ ടെക്നോളജികൾ, പുതിയ നാടിനെ കുറിച്ച്, അവിടുത്തെ മനുഷ്യന്മാരെ കുറിച്ച്, ആ ആൾക്കാർ. കാരണം ബാംഗ്ലൂർ പോലത്തെയോ ഹൈദരാബാദ് പോലത്തെ ഒരു സിറ്റി നിങ്ങൾ പഠിക്കാൻ ചൂസ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന ആൾക്കാർ പല സ്റ്റേറ്റിലുള്ള കുട്ടികളാണ്. സോ അവരുമായിട്ടുള്ള ഡിസ്കഷൻസും അവരുമായിട്ടുള്ള ഓരോ ചിറ്റ് ചാറ്റിംഗ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ബ്രെയിൻ ഡേറ്റാസ് ഗ്രാബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതെല്ലാം നിങ്ങളുടെ ഇന്റലിജൻസിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻ നോക്കുന്ന സമയത്ത് ഈ ബാംഗ്ലൂർ പോയി പഠിക്കുക, അല്ലെങ്കിൽ ഹൈദരാബാദ് പോയി പഠിക്കുക, ഡൽഹിയിൽ പോയി പഠിക്കുക എന്നൊക്കെ പറയുന്ന റീസൺസ് ഇതാണ്. കാരണം അവിടെ പോകുമ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മാത്രമല്ല നിങ്ങൾക്ക് ഉണ്ടാകുന്നത്, നിങ്ങൾ ഒരുപാട് ഡേറ്റാസും കൂടെ നിങ്ങളുടെ ബ്രെയിൻ സ്റ്റോർ ചെയ്യുകയാണ്. ആ ഡേറ്റാസിൽ നിന്നും കൂടെയാണ് നിങ്ങളുടെ പെർഫോമൻസും നിങ്ങളുടെ ക്വാളിറ്റിയൊക്കെ പ്രൂവ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ സ്ട്രിക്ട്ലി നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻ കേരളത്തിന് പുറത്ത് ബാംഗ്ലൂർ പോലത്തെയോ ഹൈദരാബാദ് പോലത്തെയോ ഡൽഹി പോലത്തെയോ ഒരു നല്ല സിറ്റിയിൽ പഠിക്കാൻ ശ്രമിക്കും. ഇനി ചില ആൾക്കാർ പറയുമായിരിക്കും, നിങ്ങൾ ഇവിടെ നിന്ന് നാട് വിട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾ നശിച്ചു പോകും, നിങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ മാറും, നിങ്ങളുടെ ക്യാരക്ടർ മാറിപ്പോകും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, തെറ്റ് ചെയ്യേണ്ട ആൾ ഏത് നാട്ടിൽ നിന്നാലും തെറ്റ് ചെയ്യും. എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം മാത്രമേ പറയുള്ളൂ: build your career, get a good exposure, experience it and enjoy.